കേരളത്തിലെ ആദ്യ രാജ്യാന്തര വിമാനത്താവളം വന്നത് തിരുവനന്തപുരത്താണ്. ഒന്നുകൂടി പറയാം. The first international airport in Kerala came in Trivandrum. ശരിയോ തെറ്റോ? Your time starts now. Go. ബസർ ഇദ്ദേഹം പ്രസ് ചെയ്തിട്ടുണ്ട്. ശരിയാണോ? ശരിയാണ്. യെസ്. You think Rajesh it's right? Right. Okay, Rajesh. I'm sure that I mean ഇത് ഞാൻ പോവാണ്, മുമ്പോട്ട് പോവാണ്. ഇതിൽ ഔട്ട് ആവില്ല എന്നുള്ള ധൈര്യത്തിൽ മാത്രം എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ല. ട്രാവൽ ചെയ്തിട്ടുണ്ടോ ട്രിവാൻഡ്രം എയർപോർട്ടിൽ നിന്ന്? എങ്ങോട്ടേക്കാ ട്രാവൽ ചെയ്തേ? ഇല്ല, തിരുവനന്തപുരത്ത് നിന്ന് ട്രാവൽ ചെയ്തിട്ടില്ല. അപ്പോൾ വേറെ ഏത് എയർപോർട്ടിൽ നിന്ന് ട്രാവൽ ചെയ്തിട്ടില്ല? കോയമ്പത്തൂരിൽ നിന്ന് ട്രാവൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ സമയത്ത് ട്രിവാൻഡ്രം മാത്രമാണോ, കേരളത്തിലുള്ള വേറെ സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ള അറിയാലോ അല്ലെ? നെടുമ്പാശ്ശേരി വിമാനത്താവളം അറിയാലോ? അതെ. എത്ര നാള് പഴക്കമുള്ളതെന്ന് അറിയാലോ അല്ലെ? അതെ. കരിപ്പൂര് അറിയാം, കോഴിക്കോടുള്ളത്. അപ്പൊ ഇതെല്ലാം തിരുവനന്തപുരത്തിന് ശേഷം വന്നതാണെന്നാണ് താങ്കൾ പറയുന്നത്. അതെ. കണ്ണൂർ വിമാനത്താവളത്തിന്റെ കാര്യത്തിൽ സംശയമുണ്ടോ? അത് വന്നിട്ടില്ല. ഇല്ല. ഓക്കെ. അപ്പോ എന്തായിരുന്നാലും താങ്കൾ പറഞ്ഞ ഉത്തരം ശരിയാണ്. അല്ലേ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എയർപോർട്ടിൽ പണ്ടത്തെ സീൻ എന്താണെന്നറിയോ? പണ്ട് നമ്മൾ അവിടെ ചെല്ലുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാരെയൊക്കെ വിട്ടിട്ട് അതിനേക്കാളും സ്ഥലം ഉണ്ടാവും എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ശംഖുമുഖത്തിന്റെ സൈഡിൽ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിള്ളേർ ഈ പ്ലെയിൻ പൊങ്ങണ കാണാമെന്ന് നിൽക്കുക, ഇങ്ങനെ വന്ന് നിൽക്കും കുറച്ച് നേരത്തേക്ക്. ഹായ് പ്ലെയിൻ എന്ന് പറഞ്ഞിട്ട് ടാറ്റയൊക്കെ കാണിച്ചിട്ട് പോകും. അതിനകത്ത് കയറുന്ന ആൾക്കാരത് എങ്ങനെയാണെന്ന് അറിയില്ല. അപ്പോൾ റെഡി ഫോർ ദ ഗെയിം? ആരാ പോകുന്നേ? രണ്ടുപേരിൽ ആരാ പോകുന്നേ? രാജേഷ് അതോ രാജേഷ്? ഗെയിം കണ്ടിട്ട് തീരുമാനിക്കാം. ഗെയിം കണ്ടിട്ടാണ് തീരുമാനിക്കുന്നത്, ബാറ്റൺ തന്നിട്ടല്ല തീരുമാനിക്കുന്നത് അല്ലേ? ശ്രീലക്ഷ്മി, ഒന്ന് വാം അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ള ടാസ്ക് ആണ് കൊടുക്കുന്നത്. ഇത്രയേ ഉള്ളൂ. ഈ ഒരു ട്രേയിൽ ഒരു ചെറിയ ഹോൾ ഉണ്ട്, ഒരുപാട് ബോൾസും ഉണ്ട്. നമ്മുടെ ഗെയിം ഡ്രോപ്പ് ബോൾ ആണ്. ഇതിൽ ഈ ചെറിയ ഹോളിൽ കൂടി റെഡ് കളറിലെ 10 ബോൾസ് ഇതിലുണ്ട്. 10 ബോളും ഈ ഹോളിൽ കൂടി താഴെ ഇടുക. പക്ഷെ ഇതിൽ ഒരുപാട് കളർ ബോൾസ് ഉണ്ട്. അപ്പൊ എത്ര ഗ്രീൻ ബോൾ താഴേക്ക് വീഴുന്നോ അത്രത്തോളം 10 സെക്കൻഡ് ടൈം നമ്മൾ കുറച്ചുകൊണ്ടിരിക്കും. അപ്പൊ എന്താ ഗെയിം മനസ്സിലായല്ലോ? ഡ്രോപ്പ് ബോൾ, റെഡ് ബോൾസ് താഴേക്ക് ഇടുക, പക്ഷെ ഗ്രീൻ ബോൾ വീഴാനേ പാടില്ല. അപ്പൊ റെഡി അല്ലേ? ഇനി ആരാ വരാൻ പോകുന്നതെന്ന് പ്ലാൻ ചെയ്യാലോ? വന്നോളൂ. ആരാണ് പോകുന്നത്? രാജേഷ് പോകും. രാജേഷ്, ബാറ്റൺ ഏൽപ്പിക്കുന്ന ഒരു ജോലി എനിക്കുണ്ട്. വരൂ. അപ്പോ ഓൾ ദി ബെസ്റ്റ്. ഓക്കെ രാജേഷ്? താങ്ക് യു. റെഡി സെറ്റ് ഗോ. കിട്ടാൻ പോകുന്നത് പിറ്റാപ്പള്ളിയിൽ ഏജൻസീസ് നൽകുന്ന 5000 വർത്ത് ഓവൻ ആണ്. ദേ മൈക്രോവേവ് ഓവനൊക്കെ അവിടെ നോക്കി തുടങ്ങി. അപ്പൊ എന്തായാലും അതിന് മുന്നേ നമുക്കൊന്ന് റിലാക്സ് ആയാലോ? ചേച്ചീനെ എങ്ങനെയാണ് ആദ്യമായിട്ട് കണ്ടുമുട്ടിയത്? ഞങ്ങൾ ഏകദേശം ഒരേ സ്ഥലത്ത് നിന്നുള്ളവരാണ്. അപ്പം റോട്ടിൽ വെച്ചിട്ട് നമ്മൾ കാണാറുണ്ട്, കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ പ്രപ്പോസൽ ത്രൂ ഫാമിലി ചെയ്യാണ് ചെയ്തത്. എനിക്കൊന്ന് പാലക്കാട് പൊതുവെ സുന്ദരികളുടെ ഒരു സ്ഥലമാണ്. പാലക്കാട് ഒറ്റപ്പാലം സൈഡിലേക്ക് പോയാൽ ഇച്ചിരി മുടിയൊക്കെ പിന്നിട്ട് പൂവൊക്കെ വെച്ച് പോകുന്ന സുന്ദരിമാരുള്ള സ്ഥലമാണ്. അപ്പൊ അതിലെങ്ങനെ ചേച്ചിനെ മാത്രം കണ്ടുപിടിച്ചു? ചിലപ്പോൾ കൂടുതൽ സുന്ദരിയായി തോന്നിയിരിക്കാം. അപ്പൊ എങ്ങനെ റോഡിൽ വെച്ച് തന്നെ പ്രപ്പോസ് ചെയ്തു? ഇല്ല, ത്രൂ ഫാമിലി രീതിയിലാണ് നമ്മൾ ഫോർവേഡ് ചെയ്തത്. എങ്ങനെ കണ്ടുപിടിച്ചു പുള്ളിക്കാരുടെ വീടും ഫാമിലിയും ഒക്കെ? ബാക്കിൽ പോയോ? ബാക്കിൽ പോയെന്ന് ചോദിച്ചാൽ ആ ഏരിയയിലുള്ള നമുക്ക് പരസ്പരം അറിയാം. ആ വീടുകൾ എവിടെയുണ്ട്, ആരൊക്കെയാണെന്നൊക്കെ നമുക്ക് ഏകദേശം ധാരണയുണ്ട്. നോട്ട് ഇട്ടിരുന്നു. നോട്ടം ആവാം. ആ കുട്ടി വളരാൻ വേണ്ടി ചേട്ടൻ വെയിറ്റ് ചെയ്തത്. ആ കുട്ടി ഒന്ന് വളരട്ടെ എന്ന് വിചാരിച്ചു. അപ്പൊ എന്തായാലും മിഥുൻ ചേട്ടാ, ചോദിക്കാൻ ഒരുപാട് കഥകൾ ഇവിടെ ഉണ്ട് കേട്ടോ. ഒരുപാട് പ്രണയ കഥകൾ ഒളിഞ്ഞിരിക്കുന്ന ഒരു കൂടാരമാണ് പുള്ളിക്കാരൻ. കുറച്ച് ചോദിക്കാൻ നടന്നിട്ടില്ല, മുമ്പിലാണോ നടന്നേ? അങ്ങനെയല്ല, ഫാമിലി വഴി പ്രപ്പോസ് ചെയ്തപ്പോ. ഇതൊക്കെ നമ്മൾ ഒരുപാട് അല്ലല്ല, അതൊക്കെ സത്യമാണ്. അപ്പൊ എന്തായാലും അവിടെ ചേച്ചി റിപ്ലൈ ചെയ്ത് തുടങ്ങി. അപ്പൊ എന്തായാലും ഒരു പാട്ട് തുടങ്ങിയിട്ട് നമുക്ക് ഗെയിമിലേക്ക് പോകണോ അതോ ഗെയിം കഴിഞ്ഞിട്ട് പാട്ട് പാടണോ? എങ്ങനെ വേണമെങ്കിലോ. ഓക്കെ, അപ്പൊ നമുക്ക് ഗെയിമിലേക്ക് പോകാം. അപ്പം ടൈം സ്റ്റാർട്ട്സ്. റെഡിയാണോ? സ്റ്റാർട്ട് ചെയ്യട്ടെ? ടൈം സ്റ്റാർട്ട്സ് നൗ. അറിയാലോ, ഗ്രീൻ ഒരു ഗ്രീൻ വീഴും തോറും 5 സെക്കൻഡ്സ് വെച്ച് കട്ട് ചെയ്തുകൊണ്ടിരിക്കും. ഗ്രീൻ വീഴാണ്ട് റെഡ് മാത്രം വീഴുക എന്നുള്ളതാണ് ഇന്റൻഷൻ. ചേട്ടാ റെഡ്. അയ്യോ, ചേട്ടന് കളർ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമുണ്ട്. ഇതാണ് റെഡ്, ഇതാണ്. അത് വീഴണ്ടേന്നോ? അതാണ് ഗെയിം, അത് വീഴ്ത്തണം. ചേട്ടൻ എല്ലാ കളർ ഇട്ട് നോക്കാണ്. ഇപ്പൊ റെഡ് എല്ലാം വീഴുമല്ലോ. അങ്ങനെ ചെയ്താൽ ശരിയാവില്ല, റെഡ് വീഴണം. ഇനി 30 സെക്കൻഡ്സ് ആയി. ഇനി കറക്റ്റ് 30 സെക്കൻഡ്സ് ബാക്കിയുണ്ട്. ഇനി 2 റെഡ് ബോൾസും കൂടി ഉള്ളൂ. പറ്റും. യെസ്, ഇനി ഒരാളും കൂടി. ഒരു റെഡ്. യെസ്, കംപ്ലീറ്റഡ്. പെട്ടെന്ന് ഓവൻ എടുത്തോളൂ, ഓടിക്കോളൂ. 60 സെക്കൻഡ്സ്.